ഇവിടെ നമ്മളൊരു തിയറം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തിയറം സ്റ്റഡി ചെയ്യും, എന്നിട്ടത് വെരിഫൈ ചെയ്യും. If the prime number p divides a square, then the prime number p also divides a, where a is a positive integer. അഥവാ a എന്ന് p എന്ന് പറയുന്ന പ്രൈം നമ്പർ എ സ്ക്വയർ എന്ന ടേമിനെ, അതിൽ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്, അതിൻ്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതേ പ്രൈം നമ്പർ പി എയെയും എ സ്ക്വയറിൻ്റെ റൂട്ടായിട്ടുള്ള എയെയും ഡിവൈഡ് ചെയ്യും. ആ സെൻറ്റൻസിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം നോക്കാം. 3 എന്ന പ്രൈം നമ്പർ ഡിവൈഡ് 6 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണല്ലോ. അതിൻ്റെ തെളിവ് നോക്കും. 36/3 12. ശരിയാണ്, ഡിവൈഡ് ചെയ്യും. പക്ഷേ ഈ റൂള് പറയുന്നത് അങ്ങനെയാണെങ്കിൽ 3 ഡിവൈഡ് 6 ആൾസോ. 3 6നെയും, അതായത് പി എയെയും ഡിവൈഡ് ചെയ്യും. പി എയെയും ഡിവൈഡ് ചെയ്യും. 6/3 2. അതെടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. കാരണം ഇത് പ്രൈം നമ്പേഴ്സിന് മാത്രമേ എപ്പോഴും ശരിയാവുള്ളൂ. കോമ്പസിറ്റ് നമ്പേഴ്സിന് ഇത് തെറ്റാം. അതിൻ്റെ ഒരു തെളിവ് നോക്കൂ. 4 ഡിവൈഡ്സ് 6 സ്ക്വയർ ഇസ് 36. ശരിയാണ്. 4ഉം പ്രൈം നമ്പർ അല്ലാത്ത കോമ്പസിറ്റ് നമ്പറായി 2 × 2 4 ആയിട്ടുള്ള കോമ്പസിറ്റ് നമ്പറായിട്ടുള്ള 4ഉം 36നെ ഡിവൈഡ് ചെയ്യും. 36/9 4 9 എന്നാൽ 4 ഡസ് നോട്ട് ഡിവൈഡ് 6. പി ഡസ് നോട്ട് ഡിവൈഡ് എന്ന് പറഞ്ഞതിന് തുല്യം. 6/4 ഫ്രാക്ഷൻ ഇൻവോൾവിങ് വാല്യൂ 1.5 എന്നല്ലേ വരുന്നത്. 3/2 1.5. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് പ്രൈം നമ്പേഴ്സിന് മാത്രം വാലിഡ് ആയിട്ടുള്ളൊരു കേസാണ്. എപ്പോഴും വാലിഡ് ആവുന്നത് പ്രൈം നമ്പേഴ്സിന് മാത്രമാണ്. അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, നമ്മൾ എ എന്ന് പറയുന്ന ആ സംഖ്യ അത് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയെന്ന് കരുതുക. ഇതൊക്കെ അതിൻ്റെ ഫാക്ടേഴ്സ് ആണെന്ന് കരുതുക. P1 × P2 × P3 അപ് ടു Pn. എനി നമ്പർ, എത്രയോ നമ്പേഴ്സ് ഉണ്ടാവാം. ഓക്കെ, വേണമെങ്കിൽ ഇതെല്ലാം ഒന്നാവാം, അല്ലെങ്കിൽ വ്യത്യസ്തമാവാം, എങ്ങനെ വേണമെങ്കിൽ ആവാം. ഇതൊക്കെ തന്നെ പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ എ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്തായിരിക്കും? ദിസ് ഇൻറ്റു ദിസ്, P1 × P2 × P3 ഇൻറ്റു അപ് ടു Pn ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, P1 സ്ക്വയർ × P2 സ്ക്വയർ P3 സ്ക്വയർ അപ് ടു Pn സ്ക്വയർ ആയിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൽ പി പോകും. ഇതിൽ പി പോകുമെങ്കിൽ പി ഒന്നുകിൽ P1 ആയിരിക്കണം, അല്ലെങ്കിൽ P2 ആയിരിക്കണം, അല്ലെങ്കിൽ P3 ആയിരിക്കണം, അല്ലെങ്കിൽ അപ് ടു Pn. ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ മാത്രമേ പി അതിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ? പി ഈ സ്ക്വയർ ടേംസിൽ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് വെച്ചാൽ പോകണം. കാരണം എന്താ? അത് എ സ്ക്വയർ ആണ്. അങ്ങനെ സംഭവിക്കുന്നത് ഒരിക്കലും മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അത് P1 ആകണം, P2 ആകണം, P3 ആകണം, അല്ലെങ്കിൽ Pn ആകണം. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എയിലും പോവില്ലേ. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി ഒന്നുകിൽ അത് P1 ആണ്, അല്ലെങ്കിൽ P2 ആണ്, P3 ആണ്, Pn, അല്ലെങ്കിൽ അപ് ടു ഏത് വേണമെങ്കിൽ ആവാം Pn ആണ്. അതുകൊണ്ടാണ് എ സ്ക്വയറിൽ പോകുന്നത് തീർച്ചയായിട്ടും എയിലും പോകുന്നത്. കാരണം ഈ പറയുന്ന പി എന്ന ടേം ഈ പറയുന്ന പ്രൈം ഫാക്ടേഴ്സിൽ ഏതോ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന പി എന്ന പ്രൈം ഫാക്ടർ നമുക്ക് ഉറപ്പിക്കാം എ സ്ക്വയറിൽ പോവുകയാണെങ്കിൽ എയിലും പോവും. കാരണം അത് എ സ്ക്വയറിൻ്റെ അഥവാ എയുടെ വൺ ഓഫ് ദ പ്രൈം ഫാക്ടറാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ √2 ഒരു ഇറേഷണൽ സംഖ്യയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ഇഫ് എ ഡിവൈഡ്സ് പി സ്ക്വയർ എ ഡിവൈഡ്സ് പി ആൾസോ എന്നുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആ ഒരു റൂള് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറയും. അതായത് എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ അഥവാ √2 ഇറേഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. വേർ P ആൻഡ് Q ആർ 2 ഇൻറ്റിജേഴ്സ് അല്ലേ. അഥവാ √2 റേഷണൽ ആണെന്ന് കരുതൂ. റേഷണൽ ആണെങ്കിൽ
അതിന് P/Q ഫോമിൽ എഴുതാമല്ലോ, അല്ലേ, റേഷണൽ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ തെളിയിക്കാൻ പോകുന്നത് എന്നാൽ റേഷണലായിട്ട് എഴുതാൻ പറ്റില്ല എന്ന് തെളിയിക്കുകയാണ്. പക്ഷേ അതിന് ആദ്യം നമ്മൾ ടേക്കൺ ഗ്രാൻഡഡ് ദാറ്റ് √2 റേഷണൽ ആണ്. അപ്പോൾ P/Q എന്ന രൂപത്തിൽ എഴുതി. ഈ Pയും Qവും എഴുതുമ്പോൾ തന്നെ അത് പ്രൈം റേഷ്യോ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ അത് പ്രൈം റേഷ്യോ അല്ലെങ്കിൽ നമുക്കതിൽ പോകുന്ന ഒരു കോമൺ ഡിവൈസർ ഉണ്ടാവും. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തിട്ട് Pയിലും Qയിലും 2 അല്ലെങ്കിൽ 3 5 ഒക്കെ പോകുമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്താൽ പിന്നെ അതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു റേഷ്യോയിൽ മാറും. അപ്പോൾ ഇത് എയും ബിയുടെ കോപ്രൈമാണ്. Pയും Qവും കോപ്രൈം ആകണമെന്നില്ല. അപ്പോൾ തന്ന റേഷ്യോയെ നമ്മൾ A/B കോപ്രൈം റേഷ്യോ ആക്കി മാറ്റി. ഓർക്കുക, കോപ്രൈം ആക്കി മാറ്റിയാൽ ഇതിൽ ഇനി എയിലും ബിയിലും ഒറ്റ കോമൺ ഫാക്ടറേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. വേറൊരു കോമൺ ഫാക്ടർ നമുക്ക് കിട്ടിയ അർത്ഥം തെറ്റാണ്. നമുക്ക് ഒരിക്കലും ഈ റേഷ്യോ ഒരിക്കലും √2 റേഷ്യോ ഇട്ട് എഴുതാൻ പാടില്ല. നിങ്ങൾ എഴുതിയത് കൊണ്ടാണ് കോപ്രൈം ആക്കിയിട്ടും ഒരു കോമൺ ഡിവൈസർ വന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. കിട്ടാൻ പാടില്ലാത്തത് കിട്ടി, നോക്കുക, കിട്ടാൻ പാടില്ലാത്തത് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ആലോചിക്കുക. √2 = A/B എന്ന് എഴുതി, വേർ A and B are coprime whose numerator and denominator are divisible only, supposed to be divisible only by 1. We will verify whether any other number comes there which can divide both A and B. അപ്പോൾ നോക്കുക, അങ്ങനെയാണെങ്കിൽ ഞാനിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. B√2 = A. ഇനി രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. അപ്പോൾ A² = 2B² എന്ന് വന്നു, അല്ലേ. A² = 2B² എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം A² ഈസ് ഡിവിസിബിൾ ബൈ 2 എന്നാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. B എന്നുള്ളത് ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ B² ഒരു ഇൻറ്റിജർ ആണ്, അല്ലേ. അപ്പം നമ്മൾ ഈ 2 ഇങ്ങോട്ട് എടുത്താൽ A² 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഒരു ഇൻറ്റിജർ കിട്ടണമല്ലോ. കാരണം B² ഇൻറ്റിജർ ആണ്, B ഇൻറ്റിജർ ആണ്, B² ഇൻറ്റിജർ ആണ്. അപ്പോൾ A²/2 എന്ന് ഇങ്ങനെ നമ്മൾ ചെയ്ത് B² കണ്ടുപിടിച്ചാലും B² A²/2 ഒരു ഇൻറ്റിജർ കിട്ടണമെങ്കിൽ A² ഈസ് ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം, അല്ലെങ്കിൽ 0.5 വരും, അല്ലേ. അപ്പോൾ A² ഈസ് ഡിവിസിബിൾ ബൈ 2. പക്ഷെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇഫ് A² വേർ A ഈസ് എ പ്രൈം ഈസ് ഡിവിസിബിൾ ബൈ 2, A ഈസ് ആൾസോ ഡിവിസിബിൾ ബൈ 2. പറഞ്ഞാൽ മനസ്സിലായല്ലോ. A² ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ എയും ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു നിഗമനത്തിലെത്തി A ഈസ് ഡിവിസിബിൾ ബൈ 2. ഓക്കെ, ഇനി നമ്മൾ തെളിയിക്കാൻ വേണ്ടി ബിയും ഡിവിസിബിൾ ബൈ 2 ആണോ എന്ന് നോക്കണം. ബിയും ഡിവിസിബിൾ ബൈ 2 എന്ന അർത്ഥം നമ്മളിങ്ങനെ കോപ്രൈം റേഷ്യോ ആയിട്ട് എഴുതാൻ പാടില്ല. അതായത് റൂട്ട് വാല്യൂസിനെ, അതായത് ഇങ്ങനത്തെ √2 തുടങ്ങിയിട്ടുള്ള വാല്യൂസിനെ ഒരിക്കലും റേഷ്യോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉള്ളത് നമ്മൾ പ്രൂവ് ചെയ്തതിന് തുല്യമാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് നോക്കൂ. ഈ A എന്നുള്ളത് ഡിവിസിബിൾ ബൈ 2 ആണല്ലോ. അതുകൊണ്ട് വേണമെങ്കിൽ എനിക്കൊരു പുതിയ കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. A = 2C എന്ന് എഴുതുന്നതിൽ തെറ്റില്ല, അല്ലെ. A = 2C ആണ്. ഇനി രണ്ട് സൈഡും സ്ക്വയർ ചെയ്യൂ. A² = 2C². 2C² എന്ന് പറഞ്ഞാൽ എന്താ? 4C². ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. A² = 2C² = 2B² ആണ്. പക്ഷെ 2C² എന്താ? 4C² ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2B² = 4C² എന്ന റിലേഷൻ കിട്ടി, അല്ലെ. 2B² = 4C² എന്ന റിലേഷൻ കിട്ടി. സിംപ്ലിഫൈ എന്നായി B² = 2C² എന്നായി. B² 2C² എന്നായി. നേരത്തെ അതേ സിറ്റുവേഷൻ A² = 2B² കിട്ടിയ മാതിരി ഇവിടെ B² = 2C². അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ C² എന്ത് വന്നു? B² ബൈ 2 വന്നില്ലേ? C² ഞാൻ എഴുതിയിട്ടില്ല. C² B² ബൈ 2 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? B² ഡിവിസിബിൾ ബൈ 2 ആണ്. കാരണം C² ഒരു ഇൻറ്റിജർ ആണ്. C² ഒരു ഇൻറ്റിജർ ആണെങ്കിൽ C ഒരു ഇൻറ്റിജർ ആണ്. C ഇൻറ്റിജർ കിട്ടണമെങ്കിൽ B² 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡെസിമൽ വരാൻ പാടില്ല. അപ്പൊ B² ഡിവിസിബിൾ ബൈ 2 ആണ്. B² ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മുടെ തൊട്ടുമുമ്പ് പഠിച്ച പ്രിൻസിപ്പിൾ പ്രകാരം ബിയും ഡിവിസിബിൾ ബൈ 2 ആണ്. അപ്പൊ എന്താ വന്നത്? ഇവിടെ B ഡിവിസിബിൾ ബൈ 2 ആണ്, ഇവിടെ A ഡിവിസിബിൾ ബൈ 2 ആണ്. അപ്പോൾ എക്കും ബിക്കും 1ന് പുറമെ വേറൊരു കോമൺ ഡിവൈസർ, ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, 2. വരാൻ പാടില്ലാത്തത് വന്നു. പറഞ്ഞ മനസ്സിലല്ലേ? സിംപ്ലിഫൈ ദ സിംപ്ലസ്റ്റ് ഫോം ആക്കി കഴിഞ്ഞാൽ പിന്നെ വേറൊരു സംഖ്യ കൊണ്ട് എയും ബിയെയും ഡിവൈഡ് ചെയ്യാൻ പാടില്ല. എക്സാക്റ്റ് ആയിട്ട് ഡിവിഷൻ നടക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ ഡിവിഷൻ നടക്കാൻ പറ്റി. അതിൻ്റെ കാരണം
നമ്മൾ √2 എന്നുള്ള ഇറേഷണൽ സംഖ്യയെ ഒരിക്കലും P/Q ഫോമിൽ എഴുതാൻ പാടില്ലാത്തടത്ത് അത് എഴുതാൻ പാടും എന്ന തെറ്റായ സങ്കല്പം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു 1 അല്ലാത്ത ഒരു സംഖ്യയെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഡിവൈഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ തെളിയിക്കുകയാണ്. എന്ത്? √2 ഒരിക്കലും P/Q ഫോമിൽ where P and Q are two integers and Q not equal to 0 എഴുതാൻ പറ്റില്ല. അഥവാ √2 ഇറേഷണൽ ആണ്. മനസ്സിലായല്ലോ? ഇതേപോലെ നമുക്ക് ഒരു ഉദാഹരണമുണ്ട്. √5 √5 എന്ന് പറയുന്നത് ഇറേഷണൽ ആണോ അഥവാ അതിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് സെയിം മെത്തേഡിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അഥവാ പ്രൂവിങ് ബൈ കോൺട്രഡിക്ഷൻ √5 നമുക്ക് റേഷ്യോ ആയിട്ട് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന കരുതുക. ഇനി പിയിലും ക്യൂവിലും പോകുന്ന ഒരു കോമൺ നമ്പർ ഉണ്ട്. അപ്പോൾ അതിനെ ഡിവൈഡ് അതുകൊണ്ട് പിയും ക്യൂവും ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് A/B ഫോം കിട്ടി. ഒരു കോപ്രൈം റേഷ്യോ ആയിട്ട് നമുക്ക് കിട്ടിയെന്ന് കരുതുക. കോപ്രൈം റേഷ്യോ ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് √5 A/B. അപ്പോൾ അങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ √5B അല്ലെങ്കിൽ B√5 A. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്താൽ A² 5B² ഓർ B² A²/5 അല്ലേ? അപ്പൊ അവിടെ നമുക്ക് തെളിയുന്ന എന്താ? ബി ഒരു ഇൻഡിജർ ആണ്. അപ്പൊ B² ഒരു ഇൻഡിജർ ആണ്. അപ്പൊ A² 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഒരു ഇൻഡിജർ ആയിരിക്കണം. അപ്പൊ A² ഡിവിസിബിൾ/5 ആണ്. A² 5 എക്സാക്റ്റ് ആയിട്ട് പോകും. A² 5 എക്സാക്റ്റ് ആയിട്ട് പോകുമെങ്കിൽ നേരത്തെ പഠിച്ച റൂള് പ്രകാരം എയിലും 5 എക്സാക്റ്റ് ആയിട്ട് പോകണം. സിൻസ് A² divisible/5, A is also divisible/5. ഓക്കെ, അപ്പോൾ നമ്മളൊരു നിഗമനത്തിലെത്തി. എയിൽ 5 കൃത്യമായി പോകും. ഇനി ബിയിലും 5 കൃത്യമായി പോകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിനെന്ത് ചെയ്യുക? എ എന്നുള്ളത് 5C കാരണം എയിൽ കൃത്യമായിട്ട് 5 പോകുമല്ലോ. അത് എത്ര തവണ പോകും? അതാണ് സി എങ്കിൽ എ എന്ന് പറയുന്നത് 5C ആണല്ലോ. എക്ക് പകരം നമുക്ക് 5C എന്ന് എഴുതാം. അപ്പൊ A² 5B² പകരം ഞാൻ A² 5C² എത്രയാ? 5 25C² 5B². ഈ 5B² അല്ലെ? ഓർ B² അപ്പൊ എന്താ? 5C². B² 5C² ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? B² 5C² ഓർ C² B/5 അല്ലേ? C² എന്ന് പറഞ്ഞാൽ എന്ത് വരും? B²/5 എന്ന് വരും. ശരിയല്ലേ? C² B²/5. പക്ഷേ നമുക്കറിയാം B²/5 C² എന്ന് പറഞ്ഞ ഒരു ഇൻഡിജർ ആണ്. C² ഇൻഡിജർ ആണെങ്കിൽ C ഇൻഡിജർ ആണ് അല്ലെ? C²ഉം Cയും ഇൻഡിജർ ആണെങ്കിൽ B² 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ വാല്യൂസ് ഒന്നും വരാൻ പാടില്ല. എക്സാക്ട്ലി ഡിവിസിബിൾ ആയിരിക്കണം. അപ്പൊ B² 5 എക്സാക്റ്റ് ആയിട്ട് പോകും. B² 5 എക്സാക്റ്റ് ആയിട്ട് പോകുമെങ്കിൽ ബിയിലും ഈ പ്രൈം നമ്പർ ആയിട്ടുള്ള 5 എക്സാക്റ്റ് ആയിട്ട് പോകണ്ടേ? B² 5 എക്സാക്റ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ബിയിലും 5 എക്സാക്റ്റ് ആയിട്ട് പോകും. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ എയില് 5 എക്സാക്റ്റ് ആയിട്ട് പോകുന്നത് കണ്ടു. ഇപ്പം നമ്മൾ കാണും ബിയിൽ 5 എക്സാക്റ്റ് ആയിട്ട് പോകും. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താ? ഇത് കോപ്രൈം റേഷ്യോ ആണ്. കോപ്രൈം റേഷ്യോയിൽ 1 അല്ലാതെ വേറെ ഒരു സംഖ്യയും ആ 2 സംഖ്യയിൽ എക്സാക്റ്റ് ആയിട്ട് പോകാൻ പാടില്ല. എന്നിട്ടും ഇവിടെ എയിലും ബിയിലും 5 പോകുന്നു എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയാൻ കാരണം എന്താ? കാരണം നമ്മളൊരു തെറ്റായ നിഗമനത്തിൽ നിന്നാണ് തുടങ്ങിയത്. വി സ്റ്റാർട്ടഡ് ഫ്രം എ റോങ് കൺക്ലൂഷൻ ദാറ്റ് എ വാല്യൂ ലൈക്ക് √5 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ റേഷ്യോ ഓഫ് 2 numbers where denominator is 0. Thus we prove that √5 എന്ന് പറയുന്നത് ഇറേഷണൽ ആണ്. അതൊരിക്കലും A/B ഫോമിൽ എഴുതാൻ പറ്റില്ല. അഥവാ നിങ്ങൾ A/B ഫോമിൽ എഴുതിയാൽ സാധ്യമല്ലാത്ത നിഗമനങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ വേറൊരു പ്രോബ്ലം അറ്റംപ്റ്റ് ചെയ്യാണ്. നേരത്തെ നമ്മൾ √2 അല്ലെങ്കിൽ √3 ഇത് ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അത് ഇൻവോൾവ് ചെയ്യുന്ന മറ്റ് മാത്തമാറ്റിക്കൽ ടേംസ് ഇറേഷണൽ ആവോ അല്ലയോ എന്നുള്ളതാണ് ഇനി വെരിഫൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൂവ് 3 + √5 ഈസ് ഇറേഷണൽ. ഇത് ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം.
വെരിഫിക്കേഷൻ മെത്തേഡ് സെയിം തന്നെയാണ്, അല്ലെങ്കിൽ സിമിലർ ആണ്. അതായത് പ്രൂവിങ് ബൈ കോൺട്രഡിക്ഷൻ, അതായത് അഥവാ ഇത് റേഷണൽ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം എന്ന് ആ വഴിക്കാണ് നമ്മൾ ഇതും ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ലെറ്റ് 3 + √5 ബി റേഷണൽ. അത് റേഷണൽ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി ഇക്വേറ്റഡ് ടു എ ബൈ ബി, വേർ എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് ഓൾസോ ബി നോട്ട് ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ലല്ലോ, ഇൻഡിറ്റർമിനേറ്റ് ആവും. അപ്പോൾ നോക്കൂ, then 3 + √5 is equal to a by b, where a and b are integers, b not equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. √5 is equal to a by b - 3. ഒന്നുകിൽ ഇങ്ങനെ തന്നെ വെക്കാം, അല്ലെങ്കിൽ a - 3b by b എന്ന് എഴുതാം, അല്ലെ? a - 3b by b എന്ന് എഴുതാം, കോമൺ ഡിനോമിനേറ്റർ ആക്കിയിട്ട്. പക്ഷേ a - 3b by b എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു റാഷണൽ വാല്യൂ ആണ്. അത് ഇൻറ്റിജർ ആവണമെന്നില്ല, അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, അല്ലെ, ഡെസിമൽ ആവാം, ഹോൾ നമ്പർ ആവാം. പക്ഷേ ഈവൻ 0 ആവുന്ന കേസ് വരെ ആകാം. പക്ഷേ ഇത് ഈ പറഞ്ഞതിൽ എന്തായാലും അത് റാഷണൽ നമ്പർ ആണ്, അല്ലേ? ഞാൻ പറഞ്ഞവർക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് റാഷണൽ നമ്പർ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റാഷണൽ നമ്പർ ആവണ്ടേ? അങ്ങനെയാണ് √5 റാഷണൽ നമ്പർ ആവണ്ടേ? അതല്ല എന്ന് നമുക്കറിയാമല്ലോ, അതല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. വേറൊരു കാര്യം, ഇങ്ങനെ ഒരു പ്രോബ്ലം ചോദിക്കുമ്പോൾ √5 ഇറേഷണൽ ആണെന്ന് വീണ്ടും പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇത്തരം ചോദ്യം വരുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ റിഗറസ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇനി √5 ഇറേഷണൽ ആണെന്ന് വീണ്ടും പ്രൂവ് ചെയ്യണം. അത്തരത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പ്രീവിയസ് പ്രോബ്ലത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ സാധാരണ ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഇതുവരെയും നമ്മൾ ചെയ്യേണ്ടു. പക്ഷെ √5 റേഷണൽ ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് റാഷണൽ ആയി വരുന്ന ഒരു റിലേഷൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ തുടക്കത്തിലുള്ള ഇതുണ്ടല്ലോ, തുടക്കത്തിലുള്ള കൺസെപ്റ്റ്, സങ്കല്പം, അതായത് 3 + √5 റേഷണൽ ആണ് എന്നുള്ള സങ്കല്പം തെറ്റാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് അത് ഇറേഷണൽ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇതേമാതിരി അടുത്തത് പ്രൂവ് 1/√3 is irrational. 1/√3 ഇറേഷണൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. സിമിലർ മെത്തേഡ് പ്രൂവിങ് ബൈ കോൺട്രഡിക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്രോച്ച് അതാണ്. അപ്പോൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ, ലെറ്റ് 1/√3 ബി റേഷണൽ. അത് റേഷണൽ ആയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? Then 1/√3 is equal to a by b, where a and b are integers and denominator b is not equal to 0. Then 1/√3 a by b ആണെങ്കിൽ √3 എന്താ? ഇൻവേഴ്സ് ആണ്. അപ്പൊ ഈ സൈഡും ഇൻവേഴ്സ് ആണ്, b by a. a by b ഒരു റാഷണൽ വാല്യൂ ആണെങ്കിൽ b by a യും റാഷണൽ ആണല്ലോ. ഇൻവേഴ്സ് ഓഫ് എ റാഷണൽ വാല്യൂസ് റാഷണൽ വാല്യൂ. അപ്പോൾ b by a റാഷണൽ ആണ്. അപ്പോൾ √3 എന്ന് പറഞ്ഞത് b by a ആണ്. On the other hand, b by a is a rational number. So √3 is a rational number. അപ്പോൾ √3 റാഷണൽ നമ്പർ ആണെന്ന് വരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ പ്രൂവ് ചെയ്യാണ്. പക്ഷെ നമുക്ക് ഉറപ്പാണ് √3 ഇറേഷണൽ ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് വിച്ച് സേസ് ദാറ്റ് √3 is rational, which is incorrect. അപ്പോൾ നമ്മളുടെ തുടക്കത്തിലുള്ള കൺസെപ്റ്റ് അത് തെറ്റാണ്. കാരണം നമ്മളുടെ അത് തെറ്റായതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യാണ് 1/√3 ഇറേഷണൽ ആയേ മതിയാകൂ. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പ്രൂവിങ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. പ്രൂവ് 5/3 √2 is irrational. സെയിം മെത്തേഡ്, എന്ത്? ബൈ പ്രൂവിങ് ബൈ കോൺട്രഡിക്ഷൻ. ലെറ്റ് 5 + 3/√2 ബി റാഷണൽ. അത് റാഷണൽ ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 5 + 3/√2 is equal to a by b, where a and b are integers and b is not equal to 0. അല്ലെ? അങ്ങനെയാണ് അതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. 3/√2 അപ്പം എന്താവും? a by b - 5 എന്നാവും, സമം a - 5b by b എന്നാവും, അല്ലെ? ഇനി നമുക്ക് √2 അതിനെ ഒറ്റപ്പെടുത്തുന്നത് എഴുതുക. √2/3 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻവേർട്ട് ചെയ്തു, അതുകൊണ്ട് ഇപ്പുറം ഇൻവേർട്ട് ചെയ്യുക. b by a - 5b എന്ന് വന്നു. അല്ലെങ്കിൽ √2 എന്ന് പറഞ്ഞാൽ എന്തായി? 3b ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 3b by a - 5b. പക്ഷെ 3b ഡിവൈഡ് ബൈ a - 5b എന്നുള്ളത് എന്താ? ഒരു റാഷണൽ നമ്പർ ആണെന്നുള്ളത് ഉറപ്പാണ്. അത് 0 ആവാം, പോസിറ്റീവ് നമ്പർ ആവാം, നെഗറ്റീവ് നമ്പർ ആവാം, ഫ്രാക്ഷൻ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് റിമെയിൻസ് ടു ബി റാഷണൽ, അല്ലെ? അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് റാഷണൽ ആണ്. അപ്പൊ തുടക്കത്തിലുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കണം? റാഷണൽ ആയിരിക്കണ്ടേ?
പക്ഷെ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റാഷണൽ ആയിരിക്കണം, തുടക്കത്തിലുള്ള ഈ റൂട്ട് എന്നുള്ള റാഷണൽ ആയിരിക്കണ്ടേ. പക്ഷെ നമുക്കറിയാം റൂട്ട് എന്നുള്ളത് ഇറേഷണൽ ആണ്. റൂട്ട് ഇറേഷണൽ ആണെങ്കിൽ അതിന്റെ ഒറിജിൻ ആയിട്ടുള്ള 5+3/√2 എന്തായിരിക്കണം? ഇറേഷണൽ ആയിരിക്കണം അല്ലേ? √2. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്കിങ്ങനെ തെറ്റായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിപ്പെടാൻ കാരണം എന്താണ്? അതായത് 3b/a-5b എന്നുള്ളത് റാഷണൽ ആണ്, പക്ഷെ √2 അപ്പോൾ റാഷണൽ ആവണം. അങ്ങനെയല്ല, √2 റാഷണൽ എന്നുള്ള തെറ്റായ നിഗമനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ കാരണം തുടക്കത്തിലുള്ള നമ്മുടെ ഇമാജിനേഷൻ തെറ്റി. അതായത് 5+3/√2 റാഷണൽ എന്നുള്ള തെറ്റായ നിഗമനമാണ് റോങ് കൺക്ലൂഷനിലേക്ക് നമ്മളെ നയിച്ചത്. അതുകൊണ്ട് we come to the final conclusion that 5+3/√2 remains to be irrational. Okay. ഒരെണ്ണം കൂടി. Square root of square root 2 is irrational. Same method. എന്താ? By contradiction method. Let square root of square root 2 be rational. അപ്പോൾ നമുക്ക് square root of square root 2 is equal to a/b, where a and b are integers and b not equal to 0 എന്ന് എഴുതാം. ഇനി നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇതെന്തായി? √2 ആയി. അപ്പുറം എന്തായി? a²/b². a/b റാഷണൽ ആണെങ്കിൽ a²/b² റാഷണൽ ആണ്. കാരണം റാഷണൽ നമ്പറിന്റെ എനി പവർ ഇസ് എ റാഷണൽ നമ്പർ അല്ലേ? ശരിയല്ല. അപ്പൊ a²/b റാഷണൽ നമ്പർ ആണ്. പക്ഷെ a²/b² റാഷണൽ നമ്പർ ആണെങ്കിലുള്ള പ്രശ്നം എന്താ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിട്ടുള്ള √2 റാഷണൽ ആവണം. പക്ഷെ നമുക്കറിയാം √2 ഇറാഷണൽ ആണ്. അപ്പോൾ നമ്മൾ തെറ്റായിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ കാരണം നമ്മുടെ ഇനീഷ്യൽ ഇമാജിനേഷൻ തെറ്റാണ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് 2 എന്നുള്ളത് റാഷണൽ ആകാൻ പറ്റില്ല, അഥവാ സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് 2 ഇറാഷണൽ ആണ്. ഓക്കെ.